ദേഷ്യം കൂടുതൽ അവിടെയാണെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു ഗെയിം കളിക്കാം. ചേച്ചി എങ്ങനെയാണ് ദേഷ്യപ്പെടുന്നതെന്ന് ചേട്ടൻ കാണിക്കണം, ചേട്ടൻ എങ്ങനെയാണ് ദേഷ്യപ്പെടുന്നതെന്ന് ചേച്ചിയും കാണിക്കണം. ഡ്രൈവിംഗ് പഠിപ്പിക്കാറുണ്ട് എന്നെ ഇടയ്ക്ക്. ഒരു വ്ളോഗ് ഉണ്ടായിരുന്നല്ലോ ലൈസൻസിന് മുന്നേ. അതെ അതെ അതെ, എല്ലാം കണ്ടല്ലേ. പക്ഷെ അതിലൊന്നും കാണുന്നതല്ല, ഞാനോട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കാര്യമൊന്നും അഭിനയിച്ച് കാണിക്കാൻ പറ്റില്ല. എനിക്കുള്ള പണി തന്നെയാണ് കേട്ടോ. നിങ്ങൾ അടികൂടാറില്ല ഇപ്പോ? അതേ ഉള്ളു, അതേ ഉള്ളു. എന്തെങ്കിലും ചെറിയ പെട്ടെന്ന് കരയുകയും ചെയ്യുള്ളൂ. പണ്ടൊക്കെ ഉണ്ടല്ലോ തല്ലി കൂടും എന്തെങ്കിലും ചെറിയ കാര്യത്തിലായിരിക്കും. ഒരു സാധനം അവിടെ വെക്കാൻ പറഞ്ഞ് ഞാൻ വെച്ചിട്ട് അത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ പുള്ളി വെച്ച സാധനങ്ങൾ ഞാൻ ഭയങ്കര എന്തെങ്കിലും വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം സൂക്ഷിച്ചു വെക്കും. പിന്നെ അത് എവിടെയാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. അപ്പൊ അതിനൊക്കെ ആയിരിക്കും ചിലപ്പോ എന്റെ അടുത്ത് ദേഷ്യപ്പെടാം. അപ്പൊ ഞാൻ ആദ്യമൊക്കെ 2 ദിവസമൊക്കെ മിണ്ടാതങ്ങ് നടക്കും. പുറകെ വരും ചിന്നു എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഞാനങ്ങ് നടക്കും. 2 ദിവസം പുള്ളി മറന്നു പോകും. ഇപ്പൊ സ്ഥിരം ഇതൊക്കെ പരിപാടി ആയിക്കൊണ്ട് കുറെ വർഷമായല്ലോ. പിന്നെ 5 മിനിറ്റ് ആകുമ്പോൾ ഞാനങ്ങ് മറന്നു പോകും. ഇപ്പൊ ഞാൻ അതിന് മുന്നേ കരഞ്ഞിട്ട് കരയുന്നതാണ് പറഞ്ഞു. അല്ല, ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തേ അപ്പോഴാണോ എന്തായാലും കരയും. കാരണം വെച്ചാല് നമുക്ക് ഈ ടൈം, അതാണല്ലോ ഈ ഡ്രൈവിംഗിൽ ഒരു ടൈം ഉണ്ട്. ആ ടൈമിങ് നമുക്ക് മനസ്സിലാവില്ല. അത് ഭയങ്കര അപകടമാണ്. പെട്ടെന്ന് പഠിക്കുന്ന സമയത്ത് എപ്പോഴല്ല ഞാൻ കിടുവാണെന്ന് അത്രയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഒരാൾ വരും പെട്ടെന്ന് വണ്ടി മാറ്റി കൊടുക്കേണ്ടതിന് ഞാൻ പതുക്കെ സ്റ്റെയർ തിരിച്ചു കഴിഞ്ഞാൽ പതുക്കല്ലേ വണ്ടി മാറും. അപ്പോഴേക്കും അവർ എത്തില്ലേ. അപ്പൊ ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, അത് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഞാൻ നിനക്ക് ഇതിന് ചൂടാന്ന് ഞാൻ ചെയ്യില്ലേ എന്ന് ചോദിക്കും. ഞാൻ അത് പെട്ടെന്ന് പറയുന്നത് അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നത്. ആ ഒരു സംഭവമാണ് അധികവും. മനസ്സിലായില്ലേ? അതന്നെ ചെയ്യാം. അങ്ങനെ ചീത്ത പറയരുത് കേട്ടാ, ഞാൻ പറഞ്ഞു. നന്നായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചീത്ത പറയുന്നു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്തു. എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയമൊന്നുമില്ല. എന്തേ തത്തി കണ്ണാടി അതല്ലല്ലോ. അല്ല, സെറ്റ് ചെയ്തത്. ഇതിന്റെ ബട്ടൺ ഏതായിരുന്നു? ഈ ഗ്ലാസ് താത്തന്റെ ബട്ടൺ ഏതാ? എന്റെ ചിന്നു മനസ്സിലായി. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയാലേ കാണുന്നുള്ളൂ കേട്ടോ. എന്താ നീ കളിക്കുന്ന ചിന്നു? സ്റ്റാർട്ട് ചെയ്യേ. ആദ്യമായിട്ട് പഠിക്കുമ്പോ അങ്ങനെയൊക്കെ പറ്റും. കൺട്രോളുകൾ കളയും. എനിക്കറിയാം നിങ്ങള് റോഡിൽ കൂടെ വണ്ടി പോയി കയറ്റിക്കോ. അറിയുള്ളൂ, എനിക്കറിയില്ലോ. വണ്ടി റോഡിൽ കൂടെ എനിക്കിപ്പോ പഠിക്കുന്നില്ലോ. പറഞ്ഞെങ്ങനെയാ എനിക്കറിയില്ലോ. മതി, ഞാൻ ഓടിച്ചോളാം. എനിക്കറിയാം. ഇവള് ഇതായി കഴിഞ്ഞ പിന്നെ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവും. കരച്ചിൽ മാത്രമേ അങ്ങനെ മാത്രമേ കേൾക്കത്തുള്ളൂ. പിന്നെ എപ്പോ ശരിയാവും? അതപ്പൊ അങ്ങനെ അവിടെ നിർത്തും. ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞില്ല. അപ്പൊ അവിടെ വണ്ടി നിർത്തും. പിന്നെ ഞാൻ അങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കും കുറച്ചു നേരം. കുറച്ച് കഴിയുമ്പോ ഇവിടെ ചായക്കടി അവിടെ നിർത്തുന്നു. ആദ്യം മിണ്ടണം. ഞാൻ തന്നെ എനിക്ക് വേണ്ട, എനിക്ക് വേണം. അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ഓടിക്കാന്ന് പറയും. പിന്നെ അവളെ ഓടിക്കില്ല, ഉറപ്പാണ്. പിന്നെ ഒരു പ്രാവശ്യം മാത്രം. എനിക്ക് എന്റെ വണ്ടി, എനിക്ക് ചെറിയൊരു വണ്ടി എടുത്ത്. കാരണം ഹോണ്ട സെറ്റ് തരത്തില്ല. അത് എവിടെയെങ്കിലും കൊണ്ട് ഉരയ്ക്കുന്നുള്ള ഭയങ്കര പേടി. കാരണം അതെ, അയ്യോ ആണോന്നോ. അപ്പൊ ചെറിയൊരു വണ്ടി എടുത്തു. അപ്പൊ അതുകൊണ്ടെന്ന് ആദ്യം എനിക്കൊന്ന് കൈ തെളിയണമല്ലോ. അങ്ങനെ മഞ്ചേരി വരെ കൊണ്ടുപോയി. അപ്പൊ ഇതിനിടയ്ക്ക് നടന്നൊരു സംഭവമാണിത്. അപ്പൊ ഇതല്ല, അത് തുടക്കത്തിലുള്ളതും അതിന്റെ ഈ രാഷ്ട്രീയ ലൈസൻസ് ആരെങ്കിലും കാണില്ല. അപ്പൊ ഞാൻ അത്ര ചീത്ത പറയാറില്ല. നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഓവറായിട്ട് ഇന്നാലും ആൾക്കാർ ശ്രദ്ധിക്കും. ദേഷ്യം വരുന്നത് വെച്ചല്ലേ, ദേഷ്യം വരുന്നല്ല, പേടി കൊണ്ടാണ് ശരിക്കും എന്റെ സൗണ്ട് കൂടി പോണത്. അങ്ങനെ വണ്ടി അങ്ങ് പോവാണ്. അപ്പൊ നമ്മളെ പേടിച്ചിട്ട് നമ്മളെ സൗണ്ട് നമുക്കും കൂടെ അല്ലേ അത് മനസ്സിലായില്ലേ. അങ്ങനെ ആണ് പേടിക്കുന്നത്. അപ്പോഴേക്കും അവള് അത്രേ ഉള്ളൂ. അത് പിന്നെ ഈ ശരിക്കും ഡ്രൈവിംഗ് പഠിച്ചു വരുന്ന സമയത്തുള്ള ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും വരുന്നതാണ്. പക്ഷെ ഞാനായതുകൊണ്ട് ഇപ്പൊ ഒരു അധ്യാപകനാണെങ്കിൽ അവളെ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. ഞാൻ എന്നോട് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു പരിപാടി അത് എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പം ഒരു പിന്നെ കുറച്ചുകൂടെ ഹേർട്ട് ആവും.
വേറൊരാൾ പറയുന്നത് ഹേർട്ട് ആവണേക്കാട്ടിലും ഹേർട്ട് ഇത് ഭയങ്കര വിഷമം. അല്ല ഇപ്പൊ നമ്മളൊരു അങ്ങനെയാണല്ലോ, നമ്മുടെ സ്വന്തം ആളല്ലാതെ ഒരാൾ വന്നിരിക്കുമ്പോൾ മോളെ ഒന്ന് അങ്ങോട്ട് ഓടിച്ച് ഓ ശരി നമ്മൾ ചെയ്യും, നമ്മൾ നേരെ മറിച്ച് ഞങ്ങൾ ചെയ്യാം അങ്ങനത്തെ വരുമല്ലോ. പക്ഷെ അതൊക്കെ ഡ്രൈവിംഗിൽ പ്രശ്നങ്ങൾ വരും എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ അത്രയും ദേഷ്യം ഇല്ലാന്ന്. ദേഷ്യം എനിക്കുണ്ട്. എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് പെട്ടെന്ന് വരികയും ചെയ്യും, അതുപോലെ പെട്ടെന്ന് മാറുകയും ചെയ്യും. പക്ഷെ ഇവിടെ പോവാതെ 2 ദിവസം പിടിച്ചു വെച്ചാൽ ഞാനും മറന്നു പോകും. സമയമില്ല എനിക്ക് തീരെ സമയമില്ല. എനിക്കൊന്ന് പിന്നെ എന്താ പറയാ, ആണുങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ. എനിക്കൊന്ന് കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും എല്ലാവരും തോന്നുന്നു. അപ്പൊ ആ രീതിയിൽ മഞ്ചേരി സംഭവം മഞ്ചേരി ഇത് തന്നെയായിരുന്നു ഈ സംഭവം. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 20-25 കിലോമീറ്റർ മഞ്ചേരിയിൽ. അപ്പൊ അവിടേക്ക് ഞങ്ങൾ ഡ്രൈവ് ചെയ്യാൻ നീ വിടുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഞാൻ ഓടിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് വളവിന്റെ എവിടെയാണ്, ജസ്റ്റ് നീ അവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. നിർത്തി അവിടെ പോയി ചായ ഒക്കെ കുടിച്ച് തിരിച്ചു വരുന്നപ്പോ അപ്പൊ എടുക്കല്ലേ തിരിച്ച വീട് വരെ എന്നെ കൊണ്ട് ഓടിപ്പിച്ച് നൈസാക്കി. പക്ഷെ അതോടുകൂടി സെറ്റായി, കുറച്ച് സെറ്റായി. 20th ഫിലിം ഇപ്പൊ റിലീസ് ആവാൻ പോകുന്നത്. ആരാ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ? കുട്ടന്റെ ഷിനിഗാമി എന്നാണ് പടത്തിന്റെ പേര്. ഡയറക്ടർ റഷീദ് പാറക്കൽ എന്നാണ് സാറിന്റെ പേര്. പിന്നെ പ്രൊഡ്യൂസർ നമ്മുടെ അഷ്റഫ് പിലാക്കൽ എന്നാണ്. ആക്ച്വലി ആ പ്രൊഡ്യൂസർ ഇവള് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയുടെ പ്രൊഡ്യൂസറാണ്. നായികയായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ചത് ഭഗവതിപുരം എന്നുള്ള മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസ് ചെയ്ത് അതിനകത്ത് ഹീറോ ആയിട്ട് അഭിനയിച്ചത് അദ്ദേഹമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു മൂവിയില് ഇങ്ങനെ ഓർത്തിരുന്നിട്ട് എന്തായാലും അപ്പൊ അത് എന്താ വെച്ചാല് ഈ ജാഫർക്ക പണ്ട് പേര് ഒരുമിച്ച് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ എറണാകുളത്തുള്ള സമയത്ത് ഒരു കോള് വരിക അഷഫ് ഖാന്റെ. അപ്പൊ ഞാൻ ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ജാഫർഖാൻ മോളെ എവിടെയാണ് നീ എത്രയാണ് സംസാരിച്ചു. അപ്പൊ ആ സമയത്ത് അപ്പോഴാണ് ഞാൻ ജാഫർ ഖാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നപ്പോഴാണ്. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചത്. പിറ്റേ ദിവസം വിളിച്ചു. എന്നോട് പറഞ്ഞു അപ്പൊ എന്റെ പഴയ മൂവിയുടെ ഒക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്തൊക്കെ ഞാൻ ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് എത്താൻ പറ്റുമോ, പുതിയൊരു ക്യാരക്ടർ ഉണ്ട് ഇതില്. അപ്പൊ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, നല്ല ക്യാരക്ടറാണ്. അപ്പൊ മെയിൻ 4 പേരിൽ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഞങ്ങൾ എറണാകുളത്ത് ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ വേഗം അവിടെ ചെന്ന് അങ്ങനെയാണ് അത് ജോയിൻ ചെയ്യുന്നത്. കോമഡി സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാം. ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ കോമഡി ഹാൻഡിൽ ചെയ്യും. നന്നായിട്ട് കോമഡി നന്നായിട്ട് ഇത് പറഞ്ഞ് വർക്ക്ഔട്ട് ചെയ്യും. സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യും. ഒരുപാട് സ്റ്റോറീസ് ഒക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു. അതല്ലാതെ തന്നെ പുള്ളി കുറെ മൂവി കുറച്ച് സ്ക്രിപ്റ്റും കാര്യം കുറച്ച് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആള് കുറച്ച് മൂവീസിന് വേണ്ടിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖല ആയതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും പോയി കാണും, തിയേറ്ററിൽ തന്നെ പോയി അതെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അതെ അതെ.